+1 2025 അലോട്ട്മെന്റ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് സിംഗിൾ വിൻഡോ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുമോ, ലഭിച്ചാൽ തന്നെ അത് ഏത് സ്കൂളിൽ, ഏത് കോഴ്സിൽ, ഏത് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, മുഖ്യ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ തേർഡ് അലോട്ട്മെന്റിന് ഇടയ്ക്ക് അലോട്ട്മെന്റ് ലഭിക്കണം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വീണ്ടും അപേക്ഷ നൽകണം. അത് ഈ മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞ് സീറ്റ് വാക്കൻസികളെ ആശ്രയിച്ചൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ തീരുമാനിക്കപ്പെടുന്നതും നടത്തപ്പെടുന്നതും. ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെയും ഏകദേശം അതേ സ്കൂൾ, അതേ കോഴ്സ് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്, അലോട്ട്മെന്റ് ലഭിക്കാൻ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് ചില വിദ്യാർത്ഥികളെങ്കിലും ലഭിച്ച സ്കൂളുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, ലഭിച്ച സ്കൂളും ലഭിച്ച കോഴ്സും. എന്നിട്ട് പുതിയതായിട്ട് സ്കൂളോ കോഴ്സോ ആഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് മിക്കവാറും അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് ഒരു അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അത്തരത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത ചില വിദ്യാർത്ഥികളെങ്കിലും ഒരുപാട് സ്കൂളുകളും ഒരുപാട് കോഴ്സുകളും വീണ്ടും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അലോട്ട്മെന്റ് ലഭിക്കുക എന്നുള്ളതിലല്ല കാര്യം, ഏകദേശമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും, പ്രത്യേകിച്ച് കോഴ്സിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറാവരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കോഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉദാഹരണത്തിന് ബയോളജി സയൻസ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മിക്കവാറും കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്കും അത്തരത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കും. കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സാണോ അതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത്. ആ കോഴ്സിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമുക്ക് ഡെയിലി പോയി വരുന്ന ആളുകളായിരിക്കും ഒരുവിധമുള്ള ആളുകളൊക്കെയും. അപ്പൊ നിങ്ങളുടെ ട്രാവലിംഗ് ടൈമൊക്കെ നോക്കേണ്ടതുണ്ട്. അത് പ്രകാരമുള്ള ഒരു സ്കൂളാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കേണ്ടത്. കാരണം നമ്മൾ ഇനി അടുത്ത 2 വർഷം ആ സ്കൂളിൽ പോയി വരണം, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ്. പഠിക്കേണ്ട സമയമാണ്, നമ്മൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള സമയം യാത്ര ചെയ്ത് തീർക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളും ഏകദേശം നമുക്ക് വലിയ സമയനഷ്ടമില്ലാതെ പോയി വരുന്ന ഒരു സ്കൂളും നമുക്ക് ലഭിക്കണം. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്ന കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഏത് അലോട്ട്മെന്റിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കും, അലോട്ട്മെന്റ് ലഭിക്കുമെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഏകദേശം ഒരു വിധപ്പെട്ട ആളുകൾക്കൊക്കെയും ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച അതേ സ്കൂൾ കോഴ്സിൽ തന്നെ ആയിരിക്കും അലോട്ട്മെന്റ് ലഭിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ ലഭിച്ചവർക്കൊക്കെയും അലോട്ട്മെന്റ് ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കില്ല. അപ്പൊ നമുക്കിനി ട്രയൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഏകദേശം ഒരു സൂചന നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് ഇനി അടുത്തതായിട്ട് പരിഗണിക്കേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ മാത്രം എടുത്താൽ മതി. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്തോളൂ. ഏതായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു വിധപ്പെട്ട ആളുകളൊക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തവരൊക്കെ പെർമനന്റ് അഡ്മിഷൻ എടുക്കും. അവർ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഒന്നുകൂടി റീഷെഡ്യൂൾ ചെയ്യും ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് സമയത്തും ഒന്ന് നിങ്ങൾ എഡിറ്റ് ഒക്കെ ചെയ്ത കാരണം റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെറുതായി റീഷെഡ്യൂൾ നടന്നിട്ടുണ്ടാവും. എന്നാൽ വളരെ വലിയ രീതിയിൽ റീഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്താണ്. അതുകൊണ്ട് കുറെ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാറുന്നതുകൊണ്ട് തന്നെ വേറെ കുറെ ആളുകളുടെ റാങ്ക് കൂടും. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു, നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത്, അത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിക്കോട്ടെ ട്രയൽ അലോട്ട്മെന്റ് ആയിക്കോട്ടെ, അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും കാണാൻ പറ്റും. ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ അപേക്ഷകരിൽ നിന്നും
പരിഗണന നൽകി അവർ അലോട്ട്മെന്റ് നൽകിയപ്പോൾ ഏറ്റവും അവസാനമായി അവർക്ക് അലോട്ട്മെന്റ് നൽകാൻ കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ റാങ്കാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സ്കൂളിൽ 100 അപേക്ഷകരുണ്ട്, അതിൽ അവർ അലോട്ട്മെന്റ് നൽകിയപ്പോൾ അവസാനമായി അവർക്ക് 389 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് അലോട്ട്മെന്റ് നൽകാൻ സാധിച്ചതെങ്കിൽ അതാണ് ആ സ്കൂളിലെ അലോട്ട്മെന്റ് നൽകിയ ലാസ്റ്റ് റാങ്ക്. ഇനി യുവർ റാങ്ക് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ അപേക്ഷകരിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണോ അതാണ് യുവർ റാങ്ക് പ്രതിനിധാനം ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതയെ കുറിച്ചാണ് അറിയേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 300 വരെയൊക്കെ ആണെങ്കിൽ പോട്ടെ, ഒരു 400 വരെ തന്നെ നിങ്ങൾ പരിഗണിച്ചുള്ളൂ, ഒരു 400 വരെയൊക്കെയാണ് നിങ്ങളുടെ റാങ്കും സ്കൂളിന്റെ റാങ്കും തമ്മിലുള്ള, സ്കൂളിൽ അഡ്മിഷൻ നൽകിയ ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു സ്കൂളില് ലാസ്റ്റ് റാങ്ക് 400ഉം നിങ്ങളുടെ റാങ്ക് ലാസ്റ്റ് റാങ്ക് 400ഉം നിങ്ങളുടെ റാങ്ക് ഒരു 750 ആണെങ്കിൽ നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് 350 ആണ്. എങ്ങനെയാണ്? സ്കൂളിൽ ലാസ്റ്റ് അഡ്മിഷൻ നൽകിയ റാങ്ക് 400ഉം നിങ്ങളുടെ റാങ്ക് 750 ആണെങ്കിൽ നിങ്ങളുടെ റാങ്കും സ്കൂളിൽ അഡ്മിഷൻ നൽകിയ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് 350. ഇത്തരത്തിൽ ഒരു 400 വരെയൊക്കെയുള്ള ഡിഫറൻസ് മിക്കവാറും സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ കോഴ്സിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാത്ത പ്രയോറിറ്റിയുള്ള സ്കൂളുകളുടെ റാങ്കുകൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവരുടെ ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 400 വരെയൊക്കെ ആണെങ്കിൽ ആ സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുക. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാത്ത ഒരു 3 സ്കൂളുകൾ ഉണ്ടെങ്കിൽ 3 സ്കൂളുകളുടെയും ഡിഫറൻസ് നോക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ ഡിഫറൻസ് ഏതാണോ ആ സ്കൂളിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് അലോട്ട്മെന്റ് ലഭിക്കുക. ഇനി 400ന് മുകളിൽ ഒരു 750 വരെയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണ്? നിങ്ങളുടെ റാങ്കും സ്കൂളിൽ ലാസ്റ്റ് അലോട്ട്മെന്റ് നൽകിയ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് 400ന് മുകളിൽ ഒരു 750 വരെയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളിൽ തേർഡ് അലോട്ട്മെന്റ് സമയത്ത് അലോട്ട്മെന്റ് ലഭിച്ചോളും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 400ന് മുകളിൽ 750 വരെയുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഇനി നിങ്ങളുടെ സംശയം, ഇതിലൊന്നും ഈ തേർഡ് അലോട്ട്മെന്റ് വരെയും അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പിന്നീട് നമുക്ക് വാക്കൻസി സീറ്റുകളുടെ അവൈലബിലിറ്റി പ്രകാരം സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരാനുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷ, സിംഗിൾ വിൻഡോ അപേക്ഷ റിന്യൂ ചെയ്ത് നൽകിയാൽ മതി. ആ സമയത്ത് അലോട്ട്മെന്റ് ലഭിച്ചോളും. മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിക്കും എന്ന് ഉറപ്പുള്ള രീതിയിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മലബാർ മേഖലയിൽ കുറച്ച് സീറ്റ് കമ്മിയുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോ നിങ്ങൾ കോഴ്സിന് പരിഗണന നൽകി അലോട്ട്മെന്റ് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി ചോദിച്ചോളൂ. ഏറ്റവും പെട്ടെന്ന് മറുപടി തരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. +1 അലോട്ട്മെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം.